കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. ഡിക്കി തുറന്ന് പുറത്തേക്ക് കാലിട്ടിരുന്നായിരുന്നു തിരക്കുള്ള റോഡിലൂടെയുള്ള യാത്ര. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലൊക്കെയുള്ള എത്രയോ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വരികയും അതിലൊക്കെ കർശനമായ നടപടികൾ പിന്നീട് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും പാഠം പഠിക്കാത്ത നിലയിലേക്കാണ് ഇവർ പോയത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? വിശദാംശങ്ങൾ എന്താണ് നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 കൂടിയാണ് ഈ സംഭവം. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന സംഘമാണിത്. ആ വാഹനത്തിൽ മറ്റു യുവാക്കളും ഉണ്ടായിരുന്നു. ഇവർ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് പിന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇവർ ഈ ഇത്തരത്തിലുള്ള യുവാക്കൾ അപകടം വരുത്തി വെക്കുന്നത് അവർക്ക് മാത്രമല്ല മറ്റു യാത്രികർക്ക് കൂടി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറ് നല്ല തിരക്കുള്ള വഴിയിലൂടെയൊക്കെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് ഈ ശ്രദ്ധയിൽപ്പെട്ട ഇതിന് പുറകിലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ കാറിന്റെ നമ്പർ അടക്കം ഇപ്പോൾ ലഭ്യമാണ്. KL 55 AC 0096 എന്ന കാറിലാണ് ഈ സംഘം കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന മറ്റ് വാഹനയാത്രികരൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷെ ആ കുട്ടികൾ പിടിച്ചാണ് ഇരിക്കുന്നതെന്നിരിക്കെ പോലും അല്പം വേഗതയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് താഴേക്ക് വീഴാനും അതൊരു അപകടത്തിലേക്ക് മാറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.